തീരാ വേദന സമ്മാനിച്ച പറയാതെ പോയൊരു എല്ലാരും പോയാ? നിങ്ങൾ ഇപ്പോഴാണോ വന്നേ? എടി ഞങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആണോ? ഇരിക്കടാ. കാസറ്റ് ഇപ്പൊ വരും. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാസറ്റോ? അതാരാ? എടി ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ താടി വെച്ച ആ ചേട്ടൻ. ആ പുള്ളി എന്താ കാസറ്റ് കളിക്കുന്നത്? ഇപ്പൊ വരും, ഒന്ന് സംസാരിച്ചു അപ്പൊ അറിയാം. അവൻ മാത്രമേ ഇനി നമ്മുടെ കൂട്ടത്തിൽ കെട്ടാനുള്ളൂ. അവര് പഴയ ഫ്രണ്ട്സ് എല്ലാവരും. ഇതാണ് കാസറ്റ്. ഡാ, ഞങ്ങള് നിന്റെ കല്യാണക്കാര്യം പറയുമായിരുന്നു. ഓ അതൊക്കെ എപ്പോഴാക്കാനാ? പണ്ടത്തെ പ്രേമം ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം നടന്നണേ അല്ലേ? കാസറ്റ് പ്രേമോ? എടാ കാസറ്റ് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇവള് വെറുതെ ചുമ്മാ പറയാ. ചുമ്മാതെ. എനിക്കൊരു കാര്യം അറിയോ, ഇതിന് പണ്ട് നിന്നിട്ട് മുട്ടിഞ്ഞ പ്രേമായിരുന്നു. ഒരു ദിവസമാണെങ്കിൽ ഞാൻ എന്റെ ബുക്കൊന്ന് തുറന്നു നോക്കി, അതിനകത്ത് ആരുടെ പടം വരച്ചു വെച്ചേക്കണേ? നിന്റെ. അപ്പോഴല്ലേ ഈ കള്ളന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ അറിഞ്ഞത്. നമ്മൾ വന്നില്ലേ അപ്പൊ തുടങ്ങിയതാ. നീ ഒന്ന് പറഞ്ഞ് സെറ്റാക്കിത്താ. ഞാൻ പറഞ്ഞേ മറുപടി. അപ്പൊ ആ ബോധ്യം ഉണ്ടല്ലേ നിനക്ക്? ഈ വിക്കും വെച്ചിട്ടാണോ നീ അവളെ പ്രേമിക്കാൻ പോണത്? അറ്റ്ലീസ്റ്റ് ഐ ലവ് യു എന്നെങ്കിലും പറയാൻ ഈ വിക്ക് വെച്ച് നിനക്ക് പറ്റോ? ശരിയാ, ഞാനത് ഓർത്തില്ല. ആരോടും പറയണ്ട. പറയാൻ പോലും സമ്മതിച്ചില്ല അവനെ കൊണ്ട്. ശരി, അന്ന് പറയാതെ പോയ പ്രണയം പറഞ്ഞ് കൊറേ സെന്റിയൊക്കെ അടിച്ചതാ. അല്ല, ഇനി ഇവള് കല്യാണം കഴിച്ചതുകൊണ്ടാണോ നീ കല്യാണം കഴിക്കാത്തത്? കാസറ്റ് ഇപ്പൊ വരാവേ. ഒരാളുടെ കുറവ് പറഞ്ഞ് മേലെ ഇമ്മാതിരി വർത്താനം പറയാൻ പറയാട്ടോ. നീ അവള് വെറുതെ പറഞ്ഞാ. എനിക്ക് അങ്ങനെ ഇല്ലെന്ന് നിനക്ക് അറിയാലോ. സമയായി, ഞാൻ കൂട്ടുരാം. നിനക്ക് ഞാൻ ചെയ്യണ്ടേ? ഞാനൊരു കാസറ്റല്ലേ. വേദനയുണ്ട് കേട്ടാ ആ കണ്ണിൽ. മോനാണ് എന്നാ ഇതുപോലെ പറയാതെ പോയ എത്ര പ്രണയങ്ങൾ. പേരെന്താ? ആരിഷ്. പോട്ടെ. ഇന്നും വിങ്ങലായി മനസ്സിൽ സൂക്ഷിക്കുന്ന എത്ര പ്രണയം. സിസ്റ്റർ, അറിയാം. ആരോടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് മുഖത്തേക്ക് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ലൈഫ് എന്റെ കയ്യിൽ നിന്ന് പോയേക്കും. അങ്ങനെ ഒരാളെ ഡെയിലി കാണുന്ന ഒരാളാണ്. അവരുടെയും ജീവിതമാണ് ഈ ഒരു വീഡിയോ.